ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്ക്, അതായത് നമ്മുടെ പച്ചക്കറികൾക്ക് ഈ മഴക്കാലത്ത് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു വളത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ വളപ്രയോഗമെന്ന് നോക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുന്നവരാണ്, എല്ലാവരും നല്ലതുപോലെ വിളവൊക്കെ എടുക്കുന്നുണ്ടെന്ന് നിങ്ങളുടെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം മനസ്സിലാവുന്നുണ്ട്. അപ്പം എല്ലാവർക്കും, കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്താൽ നമുക്ക് ഈ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഈ മഴ സമയത്ത് നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു വളമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പീച്ചിൽ കണ്ടില്ലേ, ഉണങ്ങി പോകാറായി നിന്ന പീച്ചിലായിരുന്നു. പിന്നെ അതിന് കുറച്ച് ഈ വളം കൂടെ ഒക്കെ ഇട്ടപ്പോൾ നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ വളരുകയും വീണ്ടും അതിനകത്ത് ഇഷ്ടംപോലെ കായൊക്കെ പിടിക്കുകയും ചെയ്തു. നോക്കിയതുണ്ട്, പിന്നെ നിൽക്കുന്നുണ്ടോ, ഇവിടെ എല്ലാം എങ്ങനെ നിൽക്കുകയാണ് കണ്ടതേപോലെ, കണ്ടില്ലേ, ഇഷ്ടംപോലെ കായാണ്. ഞാനിതങ്ങ് പിഴുത് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ നിർത്തിയിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. എന്നാൽ ഈ വളം സ്വല്പം കൂടെ ഇട്ട് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നിർത്തി കുറച്ച് മണ്ണും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ആരോഗ്യത്തോടെ വളരുകയും അതിനകത്ത് നമുക്ക് വേണ്ടുന്ന പിന്നെയും കാ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പിന്നെ പിഴുത് കളയാനായിട്ട് ഒരു മനസ്സ് തോന്നില്ല, അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പട്ടുപോകാറായ പീച്ചിൽ നിന്ന് നമുക്ക് വീണ്ടും ഇത്രയും കാ കിട്ടിയിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് ഈ വളപ്രയോഗം ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പിന്നെയും ഇങ്ങനെ കാകൾ കിട്ടിക്കൊണ്ടേയിരിക്കും ഈ വളപ്രയോഗം ചെയ്താൽ. അപ്പം നമുക്ക് ആ വളപ്രയോഗം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വളമെന്ന് പറയുന്നത്. ഈ വളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ കോഴിവളം നമുക്ക് എങ്ങനെ എപ്പം ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പം പലരും ചോദിക്കാറുണ്ടായിരുന്നു ഈ കോഴിക്കാഷ്ടം എങ്ങനെയാണ് നമ്മൾ ചെടിക്ക് ഉപയോഗിക്കുന്നതെന്ന്. അപ്പം പലരും പറയാറുണ്ട് ചെടിയുടെ മൂട്ടിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ കോഴിവളം എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കോഴിക്കൂട്ടിൽ നിന്ന് വാരിയിട്ട് നമുക്ക് ഒരിക്കലും പച്ചക്കറിയുടെ മൂട്ടിലൊന്നും കൊണ്ടിടാൻ പറ്റത്തില്ല. കാരണം അത് നല്ല അപ്പം തന്നെ ഉണങ്ങിപ്പോകും. അപ്പം നല്ല 2 ദിവസത്തിനുള്ളിൽ അതിന് വാട്ടം സംഭവിക്കും. തന്നെ അതിന് നല്ലതുപോലെ വെള്ളം ഒഴിച്ചാൽ കുഴപ്പമില്ല. വെള്ളമൊന്നും ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെടിക്ക് ചൂട് തട്ടിയിട്ട് അതിൻ്റെ വേരൊക്കെ അഴുകി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇത് കൂട്ടിൽ നിന്ന് നമ്മൾ വാരിയിട്ട് കുറേ നാൾ നമ്മൾ ഏതെങ്കിലും ഒരു കുഴിയിലോ റിങ്ങിനകത്തോ കൊണ്ടിട്ടിട്ട് അടച്ചങ്ങിട്ടിരുന്നാൽ അത് അവിടെ കിടന്ന് പൊടിഞ്ഞ് നല്ലൊരു വളമായിട്ടങ്ങ് മാറിക്കോളും. അപ്പോൾ അത് നമുക്ക് പിന്നെ കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് വേണം നമ്മൾ ഈ കോഴിവളമൊക്കെ ഉപയോഗിക്കാനായിട്ട്. ചൂട് സമയത്ത് കോഴിവളം ഉപയോഗിക്കാതിരിക്കുക. കോഴിവളത്തിനും നല്ല ചൂടായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ചുവട്ടിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പീച്ചിൻ്റെ അടുത്തോട്ട് തന്നെ നമുക്ക് പോകാം. ഈ കോഴിവളമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മളൊരു ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. എനിക്കിപ്പം ചെയ്യുമ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞു കേട്ടോ. ഞാനൊരു കുഴി കൊണ്ടിട്ടിരുന്നതായിരുന്നു. അപ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഓരോ ചെടിയുടെയും മൂട്ടിൽ ഇട്ട് കൊടുക്കാം. അത് ഏത് കുഴിയാണെന്നറിയാം, നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിൽ നേരത്തെ ഇട്ട് വെച്ചിരുന്ന വളമായിരുന്നു ഇത്. അതല്ലേ അത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ അടുത്തത് ട്രിപ്പ് കയറ്റിയിരിക്കും. അത് ഒരു 2-3 മാസമെങ്കിലും അതിൽ കിടന്ന് പൊടിയണം. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞു. അങ്ങനെ ഓരോ ട്രിപ്പും നമ്മൾ ഇട്ട് പൊടിയുന്നത് നമ്മളത് മാറ്റി വെച്ചിട്ട് അടുത്ത നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ വളം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ദിവസം മഴ പെയ്തില്ലെങ്കിൽ തന്നെ നമ്മുടെ ഗ്രോ ബാഗൊക്കെ അങ്ങ് കട്ടിയാവും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ കോഴിവളം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണെന്ന് അറിയാമോ, ഇതിൻ്റെ ചെവിട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ അരിവ് ഭാഗത്തുനിന്ന് വേണം നമ്മൾ ഇളക്കാൻ. ഇങ്ങനെ ഇളക്കണം, കണ്ടോ? ഇങ്ങനെ നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ വളം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഈ അരിവ് തോറും ഇട്ട് കൊടുക്കാം. ഒരു 3-4 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കല്ല് കെട്ടി വെച്ചിരുന്നതാണ് പന്തലിലോട്ട് കയറ്റാനായിട്ട്. നമുക്കൊരു സ്വല്പം മണ്ണും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ തണ്ടിനോട് തട്ടാതെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം പോയി കഴിഞ്ഞു കേട്ടോ. എങ്കിലും നമ്മൾ ഒന്നും കൂടെ ഉഷാറാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ചെടികൾക്കും നമുക്ക് മഴ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല മഴ സമയമൊക്കെ ആയതുകൊണ്ട് ഈ വളം ഇടാനായിട്ട് പറ്റിയ സമയമാണ്. നമുക്ക് ഈ പച്ച ഗ്രോ ബാഗ് ആയതുകൊണ്ട് നമ്മുടെ ഗ്രോ ബാഗിന് വലിയ ക്ഷതമൊന്നും പറ്റത്തില്ല. നമ്മളെ കത്തി കൊണ്ടാലും അത് കീറത്തൊന്നുമില്ല.
വെള്ള ഗ്രോ ബാഗാണ് നിങ്ങൾ എടുത്തതെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചൊക്കെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ പന്ന വേരുകളൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്, അതൊന്നും സാരമില്ല. അതിൻ്റെ ചുവട്ടി പറ്റാത്ത രീതി ഇടണം അല്ലേ? ആ ചൂട് അതിൻ്റെ വേരിൽ വരാത്ത രീതിയിൽ വേണം ഇടാനായിട്ട്. മണ്ണും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇപ്പം നമ്മൾ ഈ ഉണങ്ങി നിൽക്കുന്ന തണ്ടുകളൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇനി പുതിയ തണ്ടുകളൊക്കെ വന്നോളും. അപ്പോൾ ആ പുതിയ തണ്ടിനകത്തൊക്കെ നമുക്ക് വീണതായ കായും പിടിച്ചോളും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പീച്ചിൽ കൃഷി ചെയ്തത്. എനിക്കതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം ഈ പീച്ചിൽ എനിക്ക് ഇഷ്ടം പോലെ കാ തന്നെന്നുള്ളതാണ്. അപ്പം അതിങ്ങനെ ചെയ്തപ്പോൾ പിന്നെയും ഇങ്ങനെ കാ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. അത് തോരൻ വയ്ക്കാനാണെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് തീയിൽ വയ്ക്കാനും ഒക്കെ നല്ലതാണ്, നല്ലതും പറയുന്നുണ്ട്. ഞാൻ തീയിൽ വെച്ചിട്ടില്ല, തോരൻ വെച്ചു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പം ഇനിയും നമ്മളതിന് വളമൊക്കെ ഇട്ട് കൊടുത്തു കുറേയും കൂടെ. ഇപ്പോൾ അതിന് വിത്തിനും എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കായും വിത്തിനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇനി എനിക്ക് നട്ട് പിടിപ്പിക്കണം ഇതേപോലെ. ഇടയ്ക്ക് ഇത് പിടുത്തമൊക്കെ നിന്നായിരുന്നു. അപ്പം നമ്മൾ കിച്ചണിലെ വേസ്റ്റൊക്കെ അടിച്ചുകൊണ്ടൊന്ന് ഒഴിച്ചപ്പോൾ അതും നല്ലൊരു പ്രയോജനം എനിക്ക് ചെയ്തായിരുന്നു. നല്ലത് ഇഷ്ടം പോലെ കായൊക്കെ അന്നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ സമയമാകുമ്പോൾ നമുക്ക് പിന്നെ ഈ കോഴിക്കാഷ്ടമൊക്കെ ഇടാമല്ലോ. അപ്പം പിന്നെ അതും കൊണ്ടൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പം നല്ല രീതിയിൽ എന്നുവെച്ചാൽ നമ്മൾ പാവയ്ക്കൊക്കെ ഉണ്ടായതിനേക്കാളൊക്കെ നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതേപോലെ പീച്ചിലിൻ്റെ വിത്തൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. പലർക്കൊന്നും എനിക്ക് വിത്ത് അയച്ചു തരാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമ്മളിപ്പം ഇവിടെ അതിനു വേണ്ടി ഒന്നും നടുന്നില്ലല്ലോ. അപ്പം കുറച്ചേ നമ്മൾ നടുന്നുള്ളൂ. അപ്പം എല്ലാം നമ്മുടെ വിത്തിനൊന്നും നിർത്താറൊന്നുമില്ല. അത്യാവശ്യം 1-2 നമ്മുടെ വിത്തിനെ നിർത്താറുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ വിത്ത് കടയിൽ നിന്നോ അല്ലെങ്കിൽ അപ്പം നിങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനിൽ നിന്നോ അതേപോലെ സീഡ് ഷോപ്പിൽ നിന്നോ ഒക്കെ വിത്തുകൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ നടാനായിട്ട് ശ്രമിക്കുക. അപ്പം നല്ലതുപോലെ ഇത് വിളവ് തന്നോളും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പിടുത്തം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതായ തുമ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് വിടുമ്പോൾ അതിനകത്ത് പുതിയ തലപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വിട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കായൊക്കെ പിടിക്കും. ചിലതൊക്കെ ഇങ്ങനെ മഞ്ഞ കളറായി പോവും, ചിലത് നമുക്ക് പിടിച്ച് കിട്ടും. ഈ തുമ്പ് വരെ ഇതിനകത്ത് കാകൾ വന്നുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ? ഇത് കുറേ നാളായിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് കാ വെച്ചുന്നുണ്ട്. ഉണ്ടോ? ഇതിനകത്ത് ഞാൻ കവറോ അങ്ങനെ ഒന്നും ഇടാറൊന്നുമില്ല. കുറേയൊക്കെ പഴുത്തു പോവും, കുറേയൊക്കെ നമുക്ക് കിട്ടാറുമുണ്ട്. കുറേ അധികം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വെണ്ടയ്ക്കകളൊക്കെ കുറേ നാളായതാണ്. പിടിച്ച് ഇത് കുഴഞ്ഞാണ് കുറേ കാകൾ പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിഭാഗത്തൂടെയും നല്ല കൊമ്പുകൾ വന്നിട്ട് കാകൾ പിടിച്ച് വരാനുണ്ട്. ചുമന്ന വെണ്ടയ്ക്കയാണിത്. അപ്പം ഇഷ്ടംപോലെ കാകൾ നമ്മൾ ഓരോ വളപ്രയോഗങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വെണ്ടയ്ക്കയ്ക്കോ പീച്ചിങ്ങയ്ക്കോ ഒന്നും ഒരു ക്ഷാമവും ഇല്ല. വെണ്ടയ്ക്ക, പീച്ചിങ്ങ, പയർ, വഴുതനങ്ങ എല്ലാം ഇഷ്ടംപോലെ പിടിച്ച് വരുന്നുണ്ട്. ആണല്ലോ ഇഷ്ടംപോലെ. ഇപ്പോൾ ഒരെണ്ണം വിത്തിന് നിർത്തിയിരുന്നത് ഉണങ്ങി വന്നു. അപ്പോൾ ഇത് വിത്തിന് നിർത്തിയിരുന്നതായിരുന്നു. ഇത്രയും ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാവൂ. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഉണങ്ങിയതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഇലകളൊക്കെ. അപ്പോൾ മുകളിലോട്ട് വരുംതോറും ഈ എൻ്റെ ഇലയൊക്കെ വണ്ണവും കനമൊക്കെ കുറഞ്ഞൊക്കെ വരും കേട്ടോ. എന്നാലും നല്ല കായൊക്കെ വരുന്നുണ്ട്. കുറച്ച് നാളും കൂടെ ഒക്കെ ഇത് ഇങ്ങനെ നിർത്താം. ഇപ്പം നമ്മുടെ പയറിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അധികം പയറൊന്നുമില്ല. നമ്മൾ 4 ഗ്രോ ബാഗിനകത്ത് മാത്രമേ പയർ നട്ടിട്ടുള്ളൂ. അത് നല്ല രീതിയിൽ നമുക്ക് പടർന്ന് വരുന്നുണ്ട്. അപ്പം മഴപ്പരുവമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ വളമൊക്കെ അതിനും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഇതിനകത്ത് പൂവൊക്കെ വരാനായിട്ട് തുടങ്ങി. കണ്ടില്ലേ? പൂവും കായും ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? അപ്പം താഴെ മുതലേ പൂവൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന് അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ പയറിനും നമുക്ക് സ്വല്പം വളം ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ ചെറുതായിട്ട് നമ്മൾ മണ്ണിളക്കാം കേട്ടോ. ഒരുപാട് ബലം പ്രയോഗിച്ചൊന്നും മണ്ണിളക്കരുത്. സർവ്വ ആരോഗ്യം എടുത്ത് നമ്മൾ മണ്ണിളക്കി കൊടുക്കരുത്. അതിൻ്റെ വേരുകളൊന്നും പൊട്ടിച്ച് കളയേണ്ട കാര്യമില്ല. അപ്പം ചെറുതായിട്ടൊന്ന് മണ്ണിളക്കി കൊടുത്തിട്ട് നമുക്ക് കോഴിവളം നമുക്കതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ സ്പൂണാണല്ലോ, ഒരു 4 സ്പൂണ് ഇട്ട് കൊടുക്കാം. മതി. അപ്പോൾ അതിൻ്റെ തണ്ടിൽ നിന്നൊന്ന് മാറ്റി ഇങ്ങനെ അരുവിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ നമ്മൾ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കോഴിവളം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്വല്പം മണ്ണും കൂടെ അതിനകത്തോട്ട് വിതറി കൊടുക്കാം. അതിനാണ് നമ്മൾ പറയുന്നത് ചെടി നടുമ്പോഴും ഒരുപാട് മണ്ണ് കുമ്പാരം കൂട്ടി ഈ ഗ്രോ ബാഗ് ചിലരൊക്കെ കാണിക്കാറുണ്ട്, ഗ്രോ ബാഗ് നിറച്ച് മണ്ണങ്ങ് വാരിയിട്ട് അതിനകത്ത് ഒരു വിത്ത് നടും, അല്ലെങ്കിൽ ഒരു തൈ പാകും. പിന്നെ നമുക്ക് വളം ഇടാനൊന്നും സാധിക്കത്തില്ല. ഇപ്പം കണ്ടില്ലേ, നമുക്ക് ഇനി എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതിനകത്ത് വളവും ഇടാം മണ്ണും ഇടാം. ഈ രീതിയിൽ മാത്രമേ നമ്മൾ കൃഷി ചെയ്യാവൂ. അപ്പോൾ ഇതേപോലെ 4 പയറിൻ്റെ മൂട്ടിൽ നമുക്ക് ഇതേപോലെ വളം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ടെറസിലോട്ടൊക്കെ വരുമ്പോൾ മഴയത്തൊക്കെ ഇവിടെ അടിഞ്ഞുകൂടുന്ന പൂപ്പാലൊക്കെ വാരി ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വളം നിങ്ങളുടെ കൈവശമുള്ള, ഇപ്പം കോഴിവളം ഇല്ലയെന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കൈവശമുള്ള വളം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്താൽ അവർ നല്ലതുപോലെ നമുക്കും തിരിച്ച് അതിൻ്റെ പ്രതിഫലം നമുക്കും തരും. കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം 4 ചെടിയുടെ ചുവട്ടിന് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. 4 പയറിൻ്റെ ചുവട്ടിന് നമുക്ക് ഇതേപോലെ ചെയ്യാം. ഓക്കെ, നമ്മൾ മടക്കി വെച്ചേക്കുന്നതൊക്കെ നമുക്ക് നിവർത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പം ആദ്യത്തെ സെറ്റ് വിളവെടുപ്പ് നമ്മൾ നടത്തി കഴിയുമ്പോഴത്തേക്കും അത് തീരാറാവുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അടുത്ത സെറ്റ് നമ്മൾ നട്ടുപിടിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പയർ അങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത സെറ്റാണിത്. അപ്പം അതും ഇതേപോലെ ഒരു 6-7 ബാഗിനകത്ത് നട്ടിട്ടുണ്ട്. അവരും ഇങ്ങനെ ഇപ്പം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അവർക്ക് ഇപ്പം കോഴിവളമൊന്നും ഇട്ട് കൊടുക്കണ്ട, കാരണം അവർ കുഞ്ഞുങ്ങളല്ലേ. അപ്പം അവർക്ക് ചാണകപ്പൊടിയും ചാരവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഈ പ്രായത്തിൽ അത്രയൊക്കെ ചെയ്താൽ മതി. അവരുടെ വേരിന് താങ്ങാനുള്ള ശക്തിയൊന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നമുക്ക് പ്രായത്തിനനുസരിച്ച് വേണം നമ്മൾ ചെടികൾക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട്. അപ്പം ഈ കുഞ്ഞു പ്രായത്തിലെ ഗുണം ദഹിക്കാത്ത ആഹാരങ്ങളൊക്കെ കൊടുത്താലുണ്ടല്ലോ, അവർക്ക് അവരുടെ വേര് അവർക്ക് അതിനെ ആഗിരണം ചെയ്തെടുക്കാനുള്ള ശക്തിയും ബലമൊന്നും അവർക്ക് കാണത്തില്ല. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, പിന്നെ ദഹിക്കുന്ന ആഹാരം, അതായത് ചാണകപ്പൊടി ചാരമൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കിട്ട് കൊടുക്കാം. നമ്മുടെ വെണ്ടയിൽ ചുരുണ്ട് നിന്ന ഒരു ഇലയാണ്. അതിനകത്ത് നമുക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ഈ ഇലകൾ ഒരാൾ കയറിയാൽ മതി, ബാക്കി പിന്നെ അവർ പെറ്റുപെരുകി ഈ ഇല എല്ലാം ചുരുട്ടി ഒരു പരുവാക്കും. അപ്പോൾ അതിന് കൈയോടെ നമുക്കങ്ങ് കൊല്ലണം. അതിനെ കൊന്നു കളഞ്ഞാൽ മതി. ഇവരെയൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, പിന്നെ നമ്മുടെ ഈ ഇലകൾ മൊത്തം നശിപ്പിച്ച് കളയും. അപ്പോൾ അടുത്ത ഇല ചുരുണ്ടിരിക്കുന്ന നോക്കിക്കേ, അവിടെ നോക്കാം. ഉണ്ടോ, ഇതാണ് സംഭവം. കൊന്നുകളഞ്ഞു. ഇതേപോലെ നമ്മൾ ഡെയിലി വന്ന് നോക്കണം നമ്മുടെ ചെടികൾ. നമ്മൾ ടെറസിൽ വെച്ച് വെണ്ടയ്ക്കാണ്, എല്ലാം നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ല വെള്ള വഴുതനങ്ങ ടെറസിലും നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. ഇപ്പം 1, 2, 3 കായൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അടുത്ത പൂക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ പിന്നെ ചിലരൊക്കെ പറയാറുണ്ട്, ചേച്ചി ഇതിൻ്റെ ഇലയൊക്കെ അരിപ്പം പോലെ ആക്കി കളയുന്നുണ്ട്, അതെന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം വൈകുന്നേരത്തെ സമയമാകുമ്പോൾ നമ്മൾ ഈ ഇലയൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി അതിൻ്റെ മുകളിൽ വിതറി കൊടുത്താൽ അതിന് നല്ലൊരു മാറ്റം ഉണ്ടാകും. ഈ രാത്രിയിലൊക്കെ വന്നിട്ട് ഓരോ പ്രാണികൾ കടിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്തത് ഓണം ചാലഞ്ച് കൃഷി കാണാം. അപ്പം അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ പരമാവധി എല്ലാവരെയും അയച്ചു തന്ന എല്ലാവരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അഥവാ ഇനി ആരുടെയെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിലിൽ അയച്ചിട്ട് ഫെയിലൊക്കെ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ അയച്ചിരുന്നാൽ മതി, നമ്മൾ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ എൻ്റെ കൃഷി. ഞാൻ കൂടുതൽ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. കൂടുതൽ വെളിച്ചമൊക്കെ കിട്ടുന്നതാണ് ടെറസ് കൃഷി ചെയ്യുന്നത്. നിത്യവഴുതനങ്ങ, ഇത് അത് കൂടാതെ കോവയ്ക്ക, നിറയെ കോവയ്ക്കയുടെ കമ്പുകൾ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിനി ചേച്ചി പറഞ്ഞ രീതിയിൽ തന്നെ ഷേപ്പിലൊക്കെ കൊണ്ടാകും വെച്ച് അങ്ങനെ നിറയെ കോവയ്ക്ക കിട്ടി. ഇപ്പം അത് വെയിലില്ലാത്തതുകൊണ്ട് ഇപ്പം പൂക്കൾ പിടിക്കുന്നില്ല. ഇതാ പച്ചമുളക്, കുരുടിപ്പിൻ്റെ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം, അതൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. മിനി ചേച്ചി പറഞ്ഞ മറ്റേ വെളുത്തുള്ളി, വേപ്പില മിശ്രിതമൊക്കെ ഇട്ട്
മാറിയിട്ടുണ്ട്. നിറയെ പച്ചമുളക് കിട്ടുന്നുണ്ട്. നിറയെ പച്ചമുളക് ഇതാ കായ്ക്കുന്നുണ്ട്, പൂക്കുന്നതെല്ലാം കായ്ക്കുന്നുണ്ട്. അപ്പം അത് നിറയെ കിട്ടുന്നുണ്ട്. പിന്നെ വഴുതനങ്ങ, ഇത് കുറേ ഒരു വർഷത്തോളം ഒക്കെ ആയി ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത്. 1 വർഷം ആവാറായി. നിറയെ വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. വെണ്ടയ്ക്ക, നല്ല പിഞ്ച് വെണ്ടയ്ക്ക, എല്ലായിടത്തും വെണ്ടയ്ക്ക വരുന്നുണ്ട്. ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ ചെടിയുടെ ഹൈറ്റ് നോക്കിയേ. മിനി ചേച്ചി പറഞ്ഞ വളം മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. രമ്പയില, ചീര ഈ ഇടയ്ക്ക് ഗ്രോ ബാഗ് മിനി ചേച്ചി പറഞ്ഞ സ്ഥലത്ത് നിന്ന് മേടിച്ചു, അത് ഉപയോഗിച്ചു. നല്ല ഗ്രോ ബാഗ് തന്നെ. അതാ പച്ചമുളക് നിറയെ കായ്ച്ചിരിക്കുക. ഞാൻ ഇവിടെ നിന്ന് പച്ചമുളക് മേടിക്കാറുമില്ലല്ലോ. നല്ല സൈസുള്ള പച്ചമുളകുകൾ, ഒരു കുരുടിപ്പുമില്ല. കണ്ടോ, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക. ഒരു കുരുടിപ്പും ഇല്ലാതെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക പച്ചമുളകൊക്കെ. ഇതാ ഇത് കുറ്റിപ്പയറാണ്. പാലച്ചീര ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ ഇതാ ആഫ്രിക്കൻ മല്ലി, വേറെ തക്കാളി. ഇത് ഇഞ്ചി ഉണ്ടോ, നല്ല പുഷ്ടിയായിട്ടിരിക്കുക ഇഞ്ചി. ഒരു മഞ്ഞളിപ്പ് രോഗം ഒന്നുമില്ല, നല്ലോണം ഇരിക്കുക. ചീര, നിറയെ ചീര നട്ടു വെച്ചിട്ടുണ്ട്. മല്ലിയില, പുതിന ഇടയ്ക്ക് ട്രിം ചെയ്തേ ഉള്ളൂ, അപ്പം കുറവാണ്. പിന്നെ ഇത് നമ്മുടെ ഇറ്റാലിയൻ ബേസിൽ എന്ന് പറയും, ഈ പാസ്തയിലും പിസയിലൊക്കെ ഇടുന്ന സാധനം. അപ്പം ഇതാണ് എൻ്റെ കൃഷി. കൂടുതൽ ഞാൻ ടെറസിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. മിനി ചേച്ചി പറയുന്ന എല്ലാ ടിപ്സും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചാനൽ കാണാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടിപ്സും നല്ല കാര്യങ്ങളാണ് ചേച്ചി പറഞ്ഞു തരുന്നത്. എല്ലാം ഫോളോ ചെയ്താൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു കൃഷിത്തോട്ടം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഒരു പച്ചക്കറിയും നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പം ശരി, ബൈ. ഞങ്ങളുടെ ചീനിയും പേരയും ഫാഷൻ ഫ്രൂട്ടുമാണ്. ഇത് ഞങ്ങളുടെ കുമ്പളമാണ്. ഇവിടെ ഞങ്ങൾ ചീര, വെണ്ട, ഇഞ്ചി, കച്ചൂലം, മഞ്ഞൾ എന്നിവയാണ് നട്ടിട്ടുള്ളത്. വെള്ളരി, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവയാണ് നട്ടിരിക്കുന്നത്. ഞങ്ങൾ നട്ട പുല്ലാണ്, അതിൻ്റെ പേര് CR3. ഞങ്ങളുടെ ചീരയാണ്, ഞങ്ങളുടെ കുമ്പളമാണ്, ഞങ്ങളുടെ കൂർക്കയാണ്, ഇത് ഞങ്ങൾ നട്ട കൂർക്കയാണ്, ഞങ്ങളുടെ മഞ്ഞളാണ്. താങ്ക് യു മിനി ചേച്ചി. അപ്പം നിങ്ങൾക്ക് ഈ വളപ്രയോഗ രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ ഈ വളപ്രയോഗത്തിന് നമ്മൾ സ്വല്പം അത്യാവശ്യം കോഴികളെയൊക്കെ വളർത്തുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് പച്ചക്കറി കൃഷിക്കൊക്കെ പൈസ കൊടുക്കാതെ നമുക്ക് വളങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വളപ്രയോഗ രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.